ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാകാൻ പറ്റിയത് ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ്. ഒരു പ്രാസംഗികയൊന്നുമല്ല, എന്നിരുന്നാലും ഒരു സ്പീച്ച് പെത്തോളജിസ്റ്റ് എന്ന നിലയിൽ ചില ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജെനി ഫിലിപ്പ്. ഞാൻ മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ നിന്ന് BSc MSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കഴിഞ്ഞ 30 വർഷമായിട്ട് US വർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ എൻ്റെ ഹസ്ബൻഡ് ജേക്കബ്, മോൻ ടോം. ആദ്യമായി നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന അതുല്യമായ യാത്രയെ ഞാൻ അംഗീകരിക്കുകയാണ്. അതൊരു വലിയൊരു ജോലി തന്നെയാണ് കിഡ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അത് പല വെല്ലുവിളികളും അതോടൊപ്പം തന്നെ അവിശ്വസനീയമായ ഫലപ്രദമായ ഒരു ടാസ്ക് കൂടിയാണ്. ഞാൻ എപ്പോഴും എൻ്റെ സ്പീച്ചിൽ പറയുന്നത് പോലെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ സമർപ്പണം, പിന്നെ കൺസിസ്റ്റൻസി, അതാണ് നിങ്ങളുടെ കുട്ടികളുടെ വികസനത്തിനും വളർച്ചയുടെയും അടിത്തറ. സോ എല്ലാവരും ബി പേഷ്യൻറ്റ്, ബി ലവിങ്, ബി കൺസിസ്റ്റൻറ്റ്. കിഡ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അവർക്ക് പലതര കഴിവുകളുമുണ്ട്, അതുപോലെ തന്നെ വെല്ലുവിളികളുമുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, അവരുടെ കഴിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ ഓരോ നേട്ടങ്ങളും നിങ്ങൾ ആഘോഷമാക്കുകയും ചെയ്യണം. അതെത്ര ചെറുതായിരുന്നാലും അവരുടെ നേട്ടങ്ങളിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തേ പറ്റൂ. കാരണം പുരോഗതി ഒരു ഓട്ടമല്ല, ദിസ് ഇസ് നോട്ട് എ റേസ്. അത് ഓരോ കുട്ടികളുടെയും യുണീക്ക് വേയാണ് ഈ പുരോഗതി എന്ന് പറയുന്നത്. ഞാൻ പല മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, തെറപ്പിക്ക് ചെല്ലുമ്പോൾ കുട്ടി ഇരിക്കാറാകുമ്പം ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് തെറപ്പി കൊടുക്കാവുന്ന ഈ മേശയുടെ പുറത്തുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല തെറപ്പി. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിൽ കൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ സ്പീച്ചും ഫൈൻ മോട്ടോർ കോർഡിനേഷനും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. സോ ടേബിൾ ടോപ്പ് ആക്ടിവിറ്റീസ് മാത്രമല്ല തെറപ്പി. ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങളൊരു ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് സ്പീച്ച് തെറപ്പി കൊടുക്കണം അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറപ്പി കൊടുക്കണമെന്ന് പറയാറില്ല. സോ നിങ്ങളാരും തെറപ്പിക്ക് കൊണ്ടുപോയിട്ട് കുട്ടികൾ ഇരുന്നില്ല എന്ന് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ ചുമ്മാ സംസാരിക്കുന്നതോ അല്ലെ ചോറ് വാരിയുന്നത് തന്നെ ഒരു തെറപ്പി ആക്ടിവിറ്റി ആയിട്ട് കണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആശയവിനിമയം ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്, അതായത് കമ്മ്യൂണിക്കേഷൻ. അത് വാക്കുകളിൽ കൂടെ ആകാം, ആംഗ്യങ്ങളിൽ കൂടെ ആകാം, ചിത്രരചനയിൽ കൂടിയാകാം, അല്ലെങ്കിൽ ടെക്നോളജി പോലെ ആവാസ് പോലുള്ള ഓഗ്മെന്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കൊണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിങ്ങളുടെ കുട്ടികൾക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിരിക്കണം. അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ അവരുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് പറ്റുന്ന ഒരു രീതി നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്താൽ ആ കുട്ടികൾക്ക് പല സാധ്യതകളാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ അത് സ്പീച്ച് ആകണമെന്നില്ല. ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്പീച്ചിൻ്റെ പുറകെ ഓടുന്നത്. ഞാനൊരു സ്പീച്ച് പെത്തോളജിസ്റ്റാണ്, എന്നിരുന്നാലും സ്പീച്ച് മാത്രമല്ല ഒരു കമ്മ്യൂണിക്കേഷൻ. സോ അതും നിങ്ങൾ ഓർക്കുക. പിന്നെ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്കൊരു ഡയറി ഉണ്ടാക്കണം. ലൈക്ക് നമ്മളെ കുട്ടികളുടെ ബിഹേവിയേഴ്സ്, ആ ഓരോ പെരുമാറ്റങ്ങളും ഉണ്ടാകാനായിട്ടുള്ള ട്രിഗേഴ്സ്. അപ്പോൾ അവരുടെ ആ ഒരു ബിഹേവിയർ ഉണ്ടായപ്പം നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോ പെരുമാറ്റത്തിൻ്റെയും പുറകിലെ പ്രേരിതമായ ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കഴിയാൻ സാധിക്കുന്നതിന് ശേഷം നിങ്ങളുടെ സമീപനം അതിനനുസരിച്ച് നിങ്ങൾ ക്രമീകരിക്കുക. അപ്പം അവരുടെ പെരുമാറ്റത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസം വരും. അതിന് ഒരുപാട് തെളിവുകൾ ഇവിടെയുണ്ട്. സോ നിങ്ങൾ അത് കണ്ടറിഞ്ഞ് വേണം, അല്ലാതെ ഒരു ബിഹേവിയർ കണ്ടാൽ ഉടനെ ബിഹേവിയറിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ പുറകെ
അത് ഇന്ന് മുതൽ ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ കുട്ടികളെ പറ്റി അവരുടെ ഓരോ ബിഹേവിയേഴ്സും ആ ബിഹേവിയേഴ്സ് ഉണ്ടാകാനുള്ള കാരണം അല്ല ആ ബിഹേവിയേഴ്സ് ഉണ്ടായതിന് ശേഷം നിങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് എഴുതി വയ്ക്കുക. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ അതിന് എന്ത് വ്യത്യാസം വന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. അതുപോലെ നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും സെൻസറി പ്രൊഫൈൽ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എൻ്റെ സ്പീച്ച് എപ്പോഴും സെൻസറി പ്രൊഫൈലിനെ ആസ്പദമാക്കിയാണ്. കാരണം കിഡ്സ് വിത്ത് ASDയിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് നിങ്ങളുടെ കുട്ടികൾ ഈ അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ള സെൻസറി ഇൻപുട്ടിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ചാണ് അവരുടെ ബോഡി റെഗുലേറ്റ് ചെയ്യുന്നത്. ചില കുട്ടികൾ ഹൈപ്പർ സെൻസിറ്റീവായിരിക്കും, ചിലർ ഹൈപ്പോ സെൻസിറ്റീവായിരിക്കും. സോ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. അപ്പോൾ അവരുടെ ബോഡി റെഗുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ചെയ്യും, അവരുടെ സ്പീച്ച് വരും. അങ്ങനെ പല പ്രയോജനങ്ങളും അതിൽ നിന്നുണ്ടാകും. സോ എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് അതിനകത്ത് നിങ്ങളുടെ കുട്ടിയുടെ സെൻസറി പ്രൊഫൈൽ എന്താണെന്ന് എഴുതിയിരിക്കണം.